Why does your salary disappear in 3 days? Because I have a girlfriend that spends all my money. No, Pinky. Hello beautiful people. Welcome back to ATM Anju Talks Money. 30-ാം തീയതി സാലറി കയറിയ 3 ദിവസത്തിനുള്ളിൽ 70 തൊട്ട് 80% വരെ നമ്മുടെ സാലറി അപ്രത്യക്ഷമാകും. ഇത് ശരിയല്ലേ? ഇതിന് എന്താണ് റീസൺ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറഞ്ഞു തരട്ടെ 3 റീസൺ. ഫസ്റ്റ് റീസൺ, നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. സാലറി കയറുമ്പോൾ തന്നെ റെന്റ്, EMI, മേ ബി സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാകാം, ഗ്രോസറീസ്, ബിൽസ്, വാട്ടർ ബിൽ, കറണ്ട് ബിൽ, ഇങ്ങനെ തുടങ്ങിയ കുറേ ബിൽസ് ഓട്ടോ ഡെബിറ്റഡ് ആവും. അങ്ങനെ തന്നെ ഒരു 50% നമ്മുടെ സാലറി പോയേ. സെക്കൻഡ് റീസൺ എന്താണെന്ന് നോക്കിയാലോ? ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി കുറവായതുകൊണ്ടാണ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്തത് വിചാരിച്ചു സാലറി ചോദിക്കും. സാലറി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ സ്ലൈലി ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്ഗ്രേഡ് അപ്പോൾ ഫോൺ ഫസ്റ്റ്. ഫോൺ അപ്ഗ്രേഡ് ചെയ്തതിന് എന്താ 10-20 കൂടുതലാണെങ്കിൽ EMI കൂടിയുള്ളൂ എന്ന് വിചാരിക്കും. ആ EMI നമ്മുടെ മന്ത്ലി ബില്ലിലേക്കല്ലേ ആഡ് ചെയ്യാൻ പോകുന്നത്. ഏരിക്കും ബെറ്റർ ഫോൺ വാങ്ങിയ EMI കൂടും. ബെറ്റർ ജോബ് കിട്ടിയ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് കൂടും. അപ്പോൾ നമ്മളല്ല റിച്ച് ആയത്, എക്സ്പെൻസസ് ആണ് റിച്ച് ആയത്. തേർഡ് റീസൺ, നോ സിസ്റ്റം, ഓൺലി ഇമോഷൻ. ഇത് വലിയൊരു പ്രോബ്ലം ആണ്. നമ്മളെല്ലാവരും വിചാരിക്കും ഫസ്റ്റ് സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യണം. അത് നല്ല കാര്യമാണോ? ഉറപ്പായിട്ടുമല്ല. നമ്മുടെ കയ്യിൽ കുറച്ച് കാശെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ്സായാൽ നമ്മൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്യും. ഓൾസോ നമ്മൾ വിചാരിക്കും ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, കാരണം ഞാൻ ഡെസേർവ്ഡ് ആണെന്നൊക്കെ ചിന്തിക്കും. സോ ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ട് ബാലൻസിനെ അല്ലേ? സോ നിങ്ങൾ പറ, ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? വെൻ സാലറി ഡിസപ്പിയർ ഇൻ 3 days, സാലറി പ്രോബ്ലം അല്ല, ഇൻകം പ്രോബ്ലം അല്ല, സിസ്റ്റമാണ് പ്രോബ്ലം. എല്ലാ മാസാവസാനം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ആണോ? എങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഒപ്പം എന്നെ ഫോളോ ചെയ്ത് കുറിക്കൂ. അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. Don't miss it. So ATM is not withdrawing for cash, it's withdrawing for knowledge.